പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് 2 ലോഫ് റൈസ് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് മൈദയിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 1/4 ടീസ്പൂൺ സോൾട്ടും കൂടി ഇട്ട് വിസ്ക് വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അരിപ്പ വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് മിക്സ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള 150 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറിലേക്ക് 1 കപ്പ് ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ വൈറ്റ് ഷുഗറോ ചേർക്കാം. അത് നല്ലപോലെ ബീറ്റ് ചെയ്ത ശേഷം നമ്മൾ ഒരു മുട്ട അറ്റ് എ ടൈം എന്ന രീതിയിൽ 4 മുട്ട നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ ഓറഞ്ച് എസൻസും 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടെ അതിൽ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ച ശേഷം നമ്മൾ റെഡ് വൈനിലിട്ട കേക്ക് മിക്സിലാണ് ഈ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് കേക്ക് മിക്സാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. കേക്ക് മിക്സും പിന്നെ കാരാമൽ സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾ പോയി കണ്ടാൽ മതി. അത് കാരാമൽ സിറപ്പ് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇത് 3 ഐറ്റമും കൂടെ നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഓൾട്ടർനേറ്റീവ്ലി നമ്മൾ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ നട്ട്സ് ചേർക്കാം. അത് ഏത് തരത്തിലുള്ള നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമുമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പിസ്തയോ ഏത് തരത്തിലുള്ള നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം ഇത് ചേർത്തിട്ട് നമ്മൾ നമ്മുടെ ഓവൻ ഒരു 200 ഡിഗ്രിയിൽ 10 മിനിറ്റ്സിലേക്ക് പ്രീ ഹീറ്റ് ചെയ്തിടണം. അതിനുശേഷം ഞാൻ മസാല പൗഡറും ജിഞ്ചർ പൗഡറും ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ജിഞ്ചർ പീൽ ഇല്ലാത്തതുകൊണ്ടാണ് ജിഞ്ചർ പൗഡർ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ മസാല പൗഡറിൻ്റെ റെസിപ്പിയും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ ട്രേയിലേക്ക് മാറ്റണം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കണം. നമ്മുടെ ലാസ്റ്റ് ബാച്ച് പൊടി മിക്സ് ചെയ്യുകയാണ്. എപ്പോഴും നമ്മൾ ലാസ്റ്റ് ബാച്ച് പൊടി തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് തന്നെ ഇട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ട്രേയിലേക്ക് ഈ ബാറ്റർ മാറ്റിയ ശേഷം നമ്മൾ 200 ഡിഗ്രി എന്നുള്ളത് നമ്മളൊരു 150 ഡിഗ്രി ആക്കിയിട്ട് ഒരു 1.5 മണിക്കൂറോളം വെച്ചാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. 1.5 മണിക്കൂർ ആകുമ്പോഴേക്കും ഏകദേശം ഈ കേക്ക് റെഡിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് ബ്രൗൺ ഷുഗർ ഇട്ട് ചെയ്താൽ നമുക്ക് നല്ല കളർ കിട്ടും കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ നല്ല കളർ വന്നിരിക്കുന്നത്. അത് ബ്രൗൺ ഷുഗർ ഇട്ട് ചേർത്തേക്കുന്നതുകൊണ്ടാണ്. ക്യാരമലിൻ്റെ കളറുണ്ട്, എന്നാലും ബ്രൗൺ ഷുഗർ കൂടി ഇടുമ്പോൾ ഇത്ര നല്ല കളർ വരും. പിന്നെ നമ്മൾ കുറച്ച് റെഡ് വൈൻ വെച്ചിട്ട് അത് ബ്രഷ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. എപ്പോഴും പ്ലം കേക്ക് ഒരു ദിവസം കഴിഞ്ഞ് കഴിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ കേക്ക് മുറിച്ചപ്പോഴേക്കും നമുക്ക് മനസ്സിലായി നമ്മളുടെ നട്ട്സും ഫ്രൂട്ട്സും എല്ലാം നല്ല ഈവനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു കേക്കാണ്, നല്ല ടേസ്റ്റി കേക്കുമാണ്, കാണാനും നല്ല ഭംഗിയാണ്. താങ്ക് യു.